ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശശി തരൂരിനെ നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല എന്നൊരു പരാതി ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് KPCC അധ്യക്ഷൻ പറഞ്ഞത് അങ്ങനെ പ്രത്യേകിച്ച് ക്ഷണിക്കുന്ന ഒരു രീതിയില്ല, പട്ടികയിലുണ്ട് ശശി തരൂരിന്റെ പേരെന്നാണ്. ശശി തരൂരിന് അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കേണ്ടതല്ലേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? വീണ്ടും ആ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. ഇത് അവസാനിച്ചല്ലോ. ഒരു തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിയുന്നതോടുകൂടി ആ അധ്യായം തീർന്നു. പിന്നെ പോയിട്ട് ആ യോഗത്തിൽ വിളിക്കണമായിരുന്നോ വേണ്ടായിരുന്നോ എന്നുള്ള തർക്കമാണ് നിലനിന്നത്. അത് അദ്ദേഹത്തിന്റെ പേര് താരപ്രചാരകരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ തർക്കത്തിലേക്ക് പോകണ്ട. അതെല്ലാം സമാധാനമായിട്ട് തീർക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് ആരായേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ശശി തരൂർ എന്തായാലും മല്ലികാർജുൻ ഖർഗെയെ കാണാൻ സമയം തേടിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയെ കാണാനും സമയം തേടിയിട്ടുണ്ട്. വിദേശത്ത് നടത്തിയ പ്രസംഗങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ചെറിയ അസ്വസ്ഥതയുണ്ടാക്കി എന്നുള്ളത് വാസ്തവമല്ലേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? ഇല്ല, അദ്ദേഹം ഇപ്പോ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയതിന് ശേഷം അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സമയം തേടിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ സമയം തേടി കാര്യങ്ങളെല്ലാം കറക്റ്റായി പോവുകയാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രീ ശശി തരൂരും ആവുന്നത്ര എല്ലാ പരിശ്രമങ്ങളും നടത്തണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തരൂരിനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല പോകേണ്ടത്. ശശി തരൂർ കോൺഗ്രസിന്റെ ഭാഗമാണല്ലോ. അപ്പൊ പിന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഇവിടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട റോളുള്ള ആളാണ്. അദ്ദേഹം MP ആണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അദ്ദേഹം കൂടി ചേർന്ന് ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള അന്തരീക്ഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഈ തരൂര് BJP-യിലേക്കൊക്കെ പോകുമെന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ? എനിക്ക് അങ്ങനെയൊന്നും ഒരു തോന്നലുമില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മനസ്സും അതിന്റെ ബ്ലഡ് ഒരു വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും എന്നൊരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ മറ്റൊരു പാർട്ടി തേടി പോകും എന്നുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത്. അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു ഡിപ്ലോമാറ്റാണ്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിക്കും ക്രെഡിബിലിറ്റിക്കും ഒരിക്കലും ഒരു ക്ഷതമുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഓക്കെ സർ, താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വ്യക്തമാണ്. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നതനുസരിച്ച് ശശി തരൂരിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു പോക്കില്ല കോൺഗ്രസിനെ എന്നുള്ളതാണ്.